ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടാ. ഇന്ന് വെറും 15 മിനിറ്റിൽ കുക്കറിൽ തന്നെ തയ്യാറാക്കാവുന്ന ചിക്കൻ മക്രോണിയാണ്. ഈസി ആയിട്ട് വേറെ പാത്രങ്ങളൊന്നും കഴുകാതെ തന്നെ ഒരു കുക്കർ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഓയിലും ഒരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ടൊന്ന് സോട്ടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കേബേജോ ക്യാരറ്റോ എന്ത് വേണമെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കേബേജ് അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കുക. നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ നമുക്ക് ഓപ്ഷണലാണ് കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി അരച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുത്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുക്കണം. അത് ഞാനൊരു ബൗള് നിറയെ മക്രോണി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. 1 ബൗൾ മക്രോണിക്ക് ഞാൻ 2 ബൗൾ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുക്കർ മൂടി വയ്ക്കുക. അതായത് 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വിസിലൊക്കെ പോയി നന്നായിട്ട് പോയതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് 2 ചീസ് സ്ലൈസ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധമില്ല കേട്ടോ. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊക്കെ തുറന്നിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഇതും കൂടി കൂട്ടിയിട്ട് ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറായിരുന്നു കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഒരു പണിയില്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.